ഗോദി മീഡിയയിലെ പ്രധാനിയും ബി.ജെ.പി. സർക്കാരിൻ്റെ സപ്പോർട്ടറും നരേന്ദ്രമോദിയുടെ ബ്രാൻഡ് അംബാസഡറുമായി പ്രവർത്തിച്ചിരുന്ന അർണബ് ഗോസ്വാമിക്ക് ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ TV ഷോകളിൽ ബി.ജെ.പിയെ ചോദ്യം ചെയ്യുന്നു. പ്രദേശിലെ ബി.ജെ.പി. നേതാവിൻ്റെ വിവാഹ ധൂർത്തിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അരാവല്ലി പ്രോജക്റ്റ് നമ്മുടെ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായൊരു ക്യാമ്പയിൻ, വാർത്താ ക്യാമ്പയിൻ തന്നെ ബി.ജെ.പിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഗോസ്വാമി നടത്തുകയാണ്. ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കൗസ്വാമി എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ബി.ജെ.പിക്ക് വേണ്ടി 24 മണിക്കൂറും പണിയെടുത്ത ഗോസ്വാമിയുടെ മാറ്റം ബി.ജെ.പിക്കാരെ പോലെ തന്നെ എതിരാളികളെയും അത്ഭുതപ്പെടുത്തുകയാണ്. ഗോസ്വാമിയുടെ പ്രസൻറ്റേഷന് താഴെ വിവിധ കമൻറ്റുകൾ വരുന്നു. ആ കമൻറ്റിൽ ഞാൻ ശ്രദ്ധിച്ച ഒന്ന്, ഒരാൾ ചോദിക്കുകയാണ്, ഇതെന്ത് സംഭവിച്ചു? പുതിയ യൂണിവേഴ്സിലേക്ക്, പുതിയ ഒരു ലോകത്തേക്ക് എഴുന്നേൽക്കുകയായിരുന്നോ? ലോകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഒരാളുടെ കമൻറ്റ്. എന്നാൽ ബി.ജെ.പി. അനുകൂലികൾ അങ്കലാപ്പിലാണ്. സംഘികൾ എന്താണ് ഗോസ്വാമിക്ക് സംഭവിച്ചത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോസ്വാമി കേന്ദ്ര ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുന്നു. ഇതെന്താണ് സംഭവിച്ചത് എന്ന് അവർക്കും മനസ്സിലാകുന്നില്ല. ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, അർണബ് ഈസ് നൗ റഹീം. ഇപ്പോൾ അർണബ് റഹീമാണ്. ഗോസ്വാമി വെൻറ്റ് ഓൺ വെക്കേഷൻ. ഗോസ്വാമി അവധിയിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ അർണബ് റഹീമാണെന്ന് ഒരു ബി.ജെ.പി. അനുകൂലി കമൻറ്റ് ചെയ്യുന്നു. സംതിങ് ഈസ് റോങ് എന്ന് മാത്രമേ ഇതേപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ എപ്സ്റ്റീൻ ഫയലുകളുടെ സൂചന അർണബ് ഗോസ്വാമിക്ക് ലഭിച്ചിട്ടുണ്ടോ? സ്ഫോടനാത്മകമായ വിവരങ്ങൾ പുറത്തു വരുന്നതിൻ്റെ മുന്നോടിയായി ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണോ ഗോസ്വാമി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗോസ്വാമി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയും ബി.ജെ.പിയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ സ്ഥായിയാണോ അല്ലെങ്കിൽ താൽക്കാലികമാണോ? അദ്ദേഹത്തിനുണ്ടായ മാറ്റം എന്താണ് എന്ന കാര്യത്തിൽ സന്ദേഹങ്ങളുണ്ട്. ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്ത് പ്രതിപക്ഷത്തെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോസ്വാമി കുറച്ച് സമയത്തേക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ബി.ജെ.പിയിലേക്കും കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും തിരിച്ചു വച്ചിരിക്കുന്നു. മന്ത്രിമാരും ഉത്തരവാദപ്പെട്ടവരും മറുപടി നൽകുന്നില്ല എന്നാണ് അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് പറയുന്നത്. ഗോസ്വാമിയുടെ ഈ പ്ലേ കാണാൻ കൗതുകം തോന്നുകയാണ്. എന്താണ് ഗോസ്വാമിക്ക് സംഭവിച്ചത് എന്ന് സംഘപരിവാർ അനുകൂലികൾ പറയട്ടെ. അവരുടെ വിവരണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും കാത്തുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.